ഹലോ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ചെറിയൊരു കഥ പറഞ്ഞു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും വധിക്കാൻ വേണ്ടിയിട്ട് ശത്രുക്കൾ എല്ലാ സ്ഥലത്തും തിരയുകയായിരുന്നു. ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ ഇരുവരും സൗർ എന്ന് പറയുന്ന ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. ശത്രുക്കൾ അവരുടെ തൊട്ടടുത്തെത്തി. അവരുടെ കാലടി ശബ്ദം ഗുഹയ്ക്കുള്ളിൽ ഇരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു കേട്ടു. അവർ ചെറുതായിട്ടൊന്ന് താഴ്ന്നു നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും തന്നെയും കാണാൻ പറ്റുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. അദ്ദേഹം വളരെ പേടിയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, റസൂലെ, അവര് നമ്മുടെ പാദങ്ങളിലേക്ക് നോക്കിയാൽ ഉറപ്പായിട്ടും അവരെ നമ്മളെ കാണും. ആയുധങ്ങളില്ലാത്ത, പുറത്തേക്ക് വേറെ വഴികളൊന്നുമില്ലാത്ത ആ ഒരു ചെറിയ ഗുഹയിൽ അവര് ശത്രുക്കളുടെ അടുത്ത് അകപ്പെട്ടു പോയ പോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് തോന്നി. ആ പരിഭ്രാന്തിക്കിടയിലും ശാന്തനായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അബൂബക്കറെ, അള്ളാഹു മൂന്നാമനായി കൂടെയുള്ള രണ്ടുപേരെ കുറിച്ച് നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? അവരുടെ ഈ ഉറച്ച വിശ്വാസം കണ്ടപ്പോൾ അള്ളാഹു അവരുടെ ഒരു അത്ഭുതം സൃഷ്ടിച്ചു. ഗുഹയുടെ പുറത്ത് ഒരു ചിലന്തിവല നെയ്യുകയും അതുപോലെ തന്നെ ഒരു പ്രാവിൻ കൂടി സൃഷ്ടിക്കുകയും ചെയ്തു. ഇത് കണ്ട ശത്രുക്കള് അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ചിലന്തി വല ഉറപ്പായിട്ടും പൊട്ടുമെന്ന് കരുതിയിട്ട് അവിടെ തിരയാതെ മടങ്ങിപ്പോയി. ഈ കഥയിൽ നിന്ന് നമുക്ക് തരുന്ന കുറെ ഗുണപാഠങ്ങളുണ്ട്. നമ്മൾ ഒറ്റയ്ക്കാണെന്നും തോറ്റുപോയി എന്ന് തോന്നുമ്പോഴും ഓർക്കുക, അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി നമ്മുടെ പടച്ചവൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്.